താങ്ക് യു. അപ്പൊ ഇന്ന് നമ്മൾ റീസണിങ് ആണ്. റീസണിങ്ങിന്റെ ഒരു മോഡൽ ക്ലാസ്, എല്ലാത്തിന്റെ ഓരോരോ മോഡൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഫിലോസഫി എടുത്തു, അതുപോലെ തന്നെ ജനറൽ ഏരിയാസ് എടുത്തു. ഇനി ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഒരു മോഡൽ ക്ലാസ് തരണം നിങ്ങൾക്ക്. അതുപോലെ തന്നെ മാത്സിന്റെ ഒരു മോഡൽ ക്ലാസ് നമ്മൾ എടുത്തു. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ റീസണിങ്ങിന്റെ ഒരു മോഡൽ ക്ലാസ് എടുക്കുന്നു. ഓക്കെ, അതുപോലെ CA-യുടെയും ഒരു മോഡൽ ക്ലാസ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, റീസണിങ് അതായത് നമ്മുടെ അതായത് മാത്സ് 10 മാർക്കിനേ ഉള്ളൂ. മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് എന്ന് പറയുന്നത് 15 വെച്ചിട്ട് 30 മാർക്കാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അത്. റീസണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് മീൻസ് സെൻട്രൽ CG ലെവലുള്ള എല്ലാ ടെക്സ്റ്റിനും 2 രീതിയിലുള്ള റീസണിങ് സെഷൻസ് ഉണ്ടാകാറുണ്ട്. നമുക്ക് വളരെ കുറവാണ് മാർക്ക്. മറ്റുള്ള സെക്ഷനിലൊക്കെ 30, 45 മാർക്കിനൊക്കെയാണ് ഓരോ ഏരിയ ചോദിക്കുന്നത്. നമുക്ക് 15 ഉള്ളു. അതിൽ വെർബൽ റീസണിങ് ഉണ്ടായിരിക്കും, വെർബലായിട്ടുള്ള റീസണിങ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നോൺ വെർബൽ ആയിട്ടുള്ള റീസണിങ് ഉണ്ടായിരിക്കും. നോൺ വെർബൽ ആയിട്ടുള്ള റീസണിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനൊക്കെ പിക്ചേഴ്സ്, ആൽഫബറ്റ്സ്, നമ്പേഴ്സ് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള റീസണിങ് സെഷൻസ് ആയിരിക്കും, ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അത് മിനിമം ഒരു 2 ചോദ്യം അല്ലെങ്കിൽ ഒരു 3 ചോദ്യം, അതിന് മുകളിലോട്ട് പോകാറില്ല. അത്രയൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ആ ഒരു മേഖലയിലെ റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ, അതിൽ നോൺ വെർബൽ സെക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നോൺ വെർബൽ സെക്ഷൻ ആണ് നമ്മളത് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ നോൺ വെർബൽ സെക്ഷനിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് മിറർ ഇമേജ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. എല്ലാവർക്കും മാർക്ക് കിട്ടുന്ന 2 ചോദ്യം മസ്റ്റായിട്ട് ചോദിച്ചിരിക്കും. ആ 2 ക്വസ്റ്റ്യൻസിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുള്ള് അത് കിട്ടുന്ന ഒരു സെക്ഷനാണ് ഈ മിറർ ഇമേജ്. അതായത് 15 മാർക്ക് എന്ന് പറയുന്ന റീസണിങ്ങിൽ 2 മാർക്ക് ഷുവറാണ്. ഡാം ഷുവർ ആയിട്ടുള്ള 2 മാർക്ക് എന്ന് പറയുന്നത് ഈ നോൺ വെർബൽ ആയിട്ടുള്ള റീസണിങ് സെക്ഷനാണ്. ഓക്കെ, അതില് എപ്പോഴും ചോദിക്കുന്ന മിക്കവാറും ഒക്കെ എല്ലാ എക്സാമിനും, SSCക്ക് പോലും എല്ലാ എക്സാമിനും സാധാരണ നോൺ വെർബൽ സെക്ഷനിൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജ് എന്ന് പറയുന്നത്. മിറർ ഇമേജ് ആൻഡ് വാട്ടർ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇല്ലടെ, നിങ്ങളിത് പഠിച്ചിട്ടുള്ളതാണോ? അറിയാമോ എല്ലാവർക്കും? ഓക്കെ, ഇല്ല. ഫസ്റ്റ് കേൾക്കുന്നവരുണ്ടോ? ക്ലാസ്സിൽ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടോ? അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നവരുണ്ടോ? മിറർ ഇമേജ് ഒക്കെ ഉണ്ട്. വാട്ടർ ഇമേജ് അറിയത്തില്ല. വാട്ടർ ഇമേജ് നിങ്ങൾ പഠിക്കണതിന് നിങ്ങൾ ജീവിതത്തിലൂടെ ഒക്കെ അനുഭവിക്കുന്നതല്ലേ മിറർ ഇമേജ്, വാട്ടർ ഇമേജ്. വാട്ടറിൽ നിങ്ങൾ ഒരു കുളത്തിന്റെ കരയിലോ ജലാശയത്തിന്റെ ചുവട്ടിലൊക്കെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ നിഴൽ അതിൽ കാണത്തില്ലേ? നിങ്ങളുടെ ഇമേജ് അതിൽ പതിയത്തില്ലേ? അപ്പൊ എങ്ങനെയാണ് കാണുന്നത്? അത് തന്നെയാണ് വാട്ടർ ഇമേജ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചോദിക്കുന്നത്. ഓക്കെ, ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ ചോദിക്കുന്നത്. നമ്മുടെ മിറർ ഇമേജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വാട്ടർ ഇമേജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാല് നമുക്കത് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. അതെന്താണ്, മിറർ ഇമേജ് ആണോ ചോദിച്ചിരിക്കുന്നത്, വാട്ടർ ഇമേജ് ആണോ ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പൊ ആദ്യം ഞാൻ കുറച്ച് തരികട പരിപാടികൾ പറഞ്ഞു തരാം, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഓപ്ഷൻ എലിമിനേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ പഠിക്കുന്നത് പോലെ ഞാനിപ്പോ ആദ്യം പറയുന്ന പോലെ അത്ര ഒരു ഭയങ്കര കടുകട്ടിയായിട്ടുള്ളതല്ല. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടഫസ്റ്റ് ആയിട്ട് ചോദിക്കുക, നമ്മൾ കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ ലെറ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് അങ്ങനെ വരാം. ഓക്കെ, അപ്പം എന്താണ് ആദ്യം നമുക്ക് മിറർ ഇമേജ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് നോക്കാം. മിറർ ഇമേജ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അല്ലെ, നിങ്ങളുടെ കണ്ണാടിയിലെ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലെ, നമുക്കത് ഫിസിക്സിൽ പഠിക്കാനുണ്ട് അല്ലെ. ഫിസിക്സിൽ നിങ്ങൾ അതിനെ പഠിക്കും, ഒരു ടേം ഉപയോഗിച്ചുകൊണ്ട് ഫിസിക്സിൽ നിങ്ങൾ പഠിക്കാറുണ്ട്. അതിനെന്താ വിളിക്കുന്നതിനെ? എന്തുകൊണ്ടാ വിളിക്കുന്നത്? ഫിസിക്സിൽ നിങ്ങൾ ആ ഒരു ടേം വെച്ച് പഠിക്കുമല്ലോ. പാർശ്വിക എന്താണ്?
ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞില്ലേ, പാർശ്വിക വിപരീയം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കും. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം തന്നെയാണ് ഇവിടെ ഈ മിറർ ഇമേജിൽ നിങ്ങൾ പഠിക്കുന്നത്. ഫിസിക്സിൽ നമുക്ക് ജനറൽ സയൻസിൽ നമ്മൾ പഠിക്കുന്ന ഏരിയയിൽ ഫിസിക്സിൽ നമ്മൾ റേ ഓപ്റ്റിക്സിൽ ഈ ഒരു കാര്യം പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. റേ ഓപ്റ്റിക്സിൽ പ്രകാശത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്ക് അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫിസിക്സിൽ റേ ഓപ്റ്റിക്സ് പഠിക്കുമ്പോഴത്തേക്ക് അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയ ആണ് മിറർ ആൻഡ് ലെൻസ് എന്ന് പറയുന്നത് അല്ലേ. 101% ചോദിക്കുന്ന ഫിസിക്സ് ചോദിക്കുമെങ്കിൽ 100% അല്ല, 101% ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്നത്. റേ ഓപ്റ്റിക്സിൽ അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുമ്പോഴത്തേക്ക് ഫിസിക്സിൽ എപ്പോഴും ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം മിററിൽ നിന്നോ അല്ലെങ്കിൽ ലെൻസിൽ നിന്നോ തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അവിടെ വരുന്ന ആ ഏരിയയിൽ വരുന്ന ഒരു 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 ടൈമാണ് നിങ്ങൾ ലാറ്ററൽ ഇൻവേർഷൻ എന്നൊക്കെ പറയുന്ന പാർശ്വിക വിപരീയം എന്ന് പറയുന്ന സാധനം. കാരണം മിററിൽ ഒരു സാധനം നോക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും മിററിന്റെ പ്രത്യേകത? അതായത് the image of an object as seen in a mirror, it's a mirror reflection എന്ന് വെച്ചാൽ എങ്ങനെയിരിക്കും? എങ്ങനെയിരിക്കൂടെ? ഓപ്പോസിറ്റ് സൈഡ്സിൽ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? പച്ച മലയാളത്തിൽ നമ്മൾ എങ്ങനെ പറയും? തല തിരിഞ്ഞാണോ? അത് തന്നെയാണ്. ഇടത് വലതായിട്ടും വലത് ഇടതായിട്ടും കാണിക്കൂ അല്ലേ. ഇടത് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടും അല്ലേ. അതായത് റൈറ്റ് സൈഡ് ഓഫ് ദ ഓബ്ജെക്ട്സ് അപ്പിയർ ഓൺ ദി ലെഫ്റ്റ് സൈഡ് അല്ലേ, ആൻഡ് വൈസ് വേഴ്സ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ അല്ലേ. അതായത് റൈറ്റ് സൈഡ് ഓഫ് ദ ഓബ്ജെക്ട് അപ്പിയേഴ്സ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഓബ്ജെക്ട്സ് അപ്പിയേഴ്സ് ഓൺ ദി റൈറ്റ് സൈഡ്. അങ്ങനെയായിരിക്കും സാധാരണ മിററിന്റെ കാര്യത്തിൽ കാണിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ആ ഒരു കാര്യം തന്നെയാണ് ഈ നമ്മുടെ ഈ മിററിന്റെ കാര്യത്തിൽ ഈ റീസണിങ് സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ള. അത്രയും വളരെ സിമ്പിൾ ആണ്. പക്ഷെ അതിന് 2-3 രീതികളുണ്ട്. നമുക്ക് നോക്കാം, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഇത്രയും കട്ടിയാണെന്ന് തോന്നും, പക്ഷെ ഒന്നുമില്ല അതില്. അതായത് സിമ്പിൾ ആയിട്ട് അതായത് എപ്പോഴും മിറർ തന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, മിററിന്റെ റിഫ്ലക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എന്തായിരിക്കും? റൈറ്റ് സൈഡ്, അതായത് ഉത്തരത്തിൽ റൈറ്റ് സൈഡിലായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അതായത് എപ്പോഴും ലെഫ്റ്റും റൈറ്റും, ഇടതും വലതും. ഇടത് വലതായിരിക്കും. അതായത് ഒബ്ജക്റ്റ് ലെഫ്റ്റിലാണെങ്കിൽ റിഫ്ലക്ഷൻ റൈറ്റിലായിരിക്കും. ഒബ്ജക്റ്റ് റൈറ്റിലാണെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലായിരിക്കും. ഇങ്ങനെയായിരിക്കും. അതായത് സാധാരണ ഒരു എക്സാമ്പിള്, ദിസ് ഇസ് ആൻ ഒബ്ജക്റ്റ്. ഇതൊരു ഒബ്ജക്റ്റ്. ഈ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഇവിടെ വെക്കുന്നു. ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റിനോട് ചേർന്ന് ഞാൻ ഒരു മിറർ ഇവിടെ വെക്കുന്നു. അതിന്റെ റിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? റിഫ്ലക്ഷൻ എങ്ങനെയായിരിക്കും? ഡോട്ട് ഇവിടെ വരൂ. ഇവിടെ ഇരിക്കൂ. 1 എന്ന് പറയുന്ന ഏരിയയിലായിരിക്കും, 2 എന്ന് പറയുന്ന ഏരിയയിലായിരിക്കും. 2 അല്ലേ. ഇതാ ഇവിടെ ആയിരിക്കും അല്ലേ. ഈ ഡോട്ട് ഇവിടെ ആയിരിക്കും വരുന്നത് അല്ലേ. ഇതാണ് മിററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മിററിന്റെ കാര്യത്തിൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലാറ്ററലി ഇൻവേർഷൻ കാണിക്കുന്ന തരത്തിലായിരിക്കും മിറർ ഇമേജ് എപ്പോഴും കാണിക്കുന്നത്. ഇനി വാട്ടറിന്റെ കേസിലാണെങ്കിലോ, ജലത്തിന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾ ജലത്തിന്റെ അടുത്തൊക്കെ പോയി നിന്നിട്ടുള്ളതല്ലേ. വാട്ടർ, വെള്ളം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എവിടെയാണ് വെള്ളം എന്ന് പറയുന്നത്? ഞാനിവിടെ 2 ഡോട്ട് ഇടുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു റൗണ്ട് ആക്കാം. ഓക്കെ, വാട്ടർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കൂ. ഇങ്ങനെയാണോ വരയ്ക്കുന്നത് വാട്ടർ? അപ്പൊ അതും കൂടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനില് വാട്ടർ ആണെന്നോ അല്ലെങ്കിൽ മിറർ ആണെന്നോ എന്നും പറഞ്ഞിട്ട് ഒരിക്കലും ക്വസ്റ്റ്യനിൽ മിക്കപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനിലൊന്നും കാണത്തില്ല. ഓക്കെ, ചിലപ്പം ജസ്റ്റ് സീ ദ ഓബ്ജക്ട്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്.
അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബോഡി ഉണ്ടായിരിക്കും ക്വസ്റ്റ്യനിൽ. ആ ക്വസ്റ്റ്യനിൽ അപ്പൊ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള മിറർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ, വെർട്ടിക്കൽ മിറർ ആണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പം വാട്ടർ ആകുമ്പോൾ നമ്മൾ മിറർ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത്? എങ്ങനെയായിരിക്കും ഇവിടെ? വെർട്ടിക്കൽ ആയിട്ടായിരിക്കും വരയ്ക്കുന്നത്. വാട്ടർ ആണെങ്കിൽ എപ്പോഴും മിറർ വരയ്ക്കുന്നത് വെർട്ടിക്കൽ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാട്ടെ ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഇത് ഇങ്ങനെയല്ലേ വാട്ടർ ഇരിക്കുന്നത്? ഇങ്ങനെയല്ലേ വാട്ടർ ഇരിക്കുന്നത് അല്ലേ? ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു രീതിയിലായിരിക്കും വാട്ടർ ഇരിക്കുന്നത്. ഇങ്ങനെയല്ല വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കുന്നത്, ഈ രീതിയിൽ വരയ്ക്കുന്നത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ, സോറി എന്താ തിരിഞ്ഞു പോയില്ലേ ഞാൻ പറഞ്ഞത് അല്ലേ? അല്ലേ? എന്താണ് വെർട്ടിക്കൽ ആണെങ്കിൽ എന്തായിരിക്കും? വെർട്ടിക്കൽ ആണെങ്കിൽ എന്തായിരിക്കും? അത് സാധാരണ നമ്മളെ മിററിന്റെ ഇമേജ് തന്നെ ആയിരിക്കും. അത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ എന്തായിരിക്കും? വാട്ടർ ഇമേജും ആയിരിക്കും. ഓക്കെ, വാട്ടർ ഇമേജും ആയിരിക്കും. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾക്ക് മിറർ ആണെന്നോ വാട്ടർ ആണോ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തരത്തില്ല. അത് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ നോക്കിക്കോളേ, ഇവിടെ ചോദ്യം, ഈ ചോദ്യത്തിൽ ഇതൊരു ഒബ്ജക്ട്സ്, ഇവിടെ ഒരു ഒബ്ജക്ട്സ് ഇരിക്കുന്നു, ഇവിടെ വെള്ളം കിടക്കുന്നു. ഓക്കെ, വെള്ളത്തിലെ ഓബ്ജക്ട്സ് എങ്ങനെയായിരിക്കും കാണുന്നത്? വാട്ടറിലെ ഓബ്ജക്ട്സ് എങ്ങനെയായിരിക്കും കാണുന്നത്? ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ മിറർ പഠിച്ചപ്പോൾ എന്തിനു മാത്രമേ വ്യത്യാസമുള്ളൂ? ലെഫ്റ്റ് സൈഡിനും റൈറ്റ് സൈഡിനും മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. വേറെ ഒരു സ്ഥലത്തും വ്യത്യാസമില്ല. വേറെ ഒരു ഏരിയയിലും വ്യത്യാസം വരുന്നില്ല. മിററിന്റെ കാര്യത്തില്, മിറർ ഇമേജിന്റെ കാര്യത്തില് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇനി വാട്ടറിന്റെ കാര്യത്തിലാണെങ്കിലോ, ഇതിന്റെ ഈ ഓബ്ജക്ട്സിന്റെ ഇമേജ് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഇവിടെ എങ്ങനെ വരും? എങ്ങനെയായിരിക്കും വരുന്നത്? വെള്ളം താഴെയിൽ കിടക്കുന്നത്. അപ്പൊ എങ്ങനെ വരുന്നത്? എങ്ങനെ വരും? ഈ ഇമേജ് എന്ത് ചെയ്യും? നേരെ തിരിച്ചു കിട്ടൂല്ലേ? അതായത് ഈ സാധനം എവിടെ വരും? ഇങ്ങനെ താഴെ വരും. ഈ സാധനം താഴെ വരികയും ഇതെന്ത് ചെയ്യും? മുകളിൽ പോവുകയും ചെയ്യും അല്ലെ? ഇങ്ങനെയല്ലേ വരുന്നത്? ഈ രീതിയിലൂടെ വരുന്നത്? ആണോടെ വെള്ളത്തിൽ അങ്ങനെ വരുന്നത്? അതായത് മിറർ വരുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് പൊസിഷൻ റൈറ്റ് ഹാൻഡ് പൊസിഷൻ എന്നുള്ള ഒരു ലെവലിലേക്കായിരിക്കും മാറുന്നത്. വാട്ടർ ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോട്ടം പൊസിഷൻ ആയിരിക്കും തിരിയുന്നത്. മനസ്സിലായല്ലേ? അതായത് ഇവിടെ നിന്ന് ഈ പൊസിഷൻ തിരിഞ്ഞ് ഇങ്ങ് മുകളിൽ പോവും, മുകളിലെ പൊസിഷൻ തിരിഞ്ഞ് ഇങ്ങ് താഴെ വരും. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ഈ ഒരു ലെവലിലായിരിക്കും വരുന്നത്. ഈ ഒരു ലെവലിലായിരിക്കും എന്ത് ചെയ്യുന്നത്? റിഫ്ലക്ഷന് വ്യത്യാസം വരുന്നത്. വാട്ടർ മിറർ ആകുമ്പോഴത്തേക്ക് ലെഫ്റ്റും റൈറ്റും മാത്രമേ ഉള്ളൂ. ഈ പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം വരുന്നുള്ളൂ. ഇതാകുമ്പോൾ തിരിച്ചാണ്. ഈ പൊസിഷൻ ഇവിടെ വരും, ഈ പൊസിഷൻ ഇവിടെ വരും, ഈ പൊസിഷൻ നേരെ തിരിച്ച് ഇപ്പുറത്തോട്ടും വരും. എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വാട്ടറിന്റെ കേസിൽ ഇനി ഒത്തിരി കൺഫ്യൂഷൻ അടിച്ച് നമ്മൾ ചിലപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന് മടുത്ത് ഇരിക്കുന്ന സമയത്ത് ഇത് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചിലപ്പം സമയവും ഒക്കെ തീരെ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ ചെയ്യേണ്ട രീതിയുണ്ട്. അതും അങ്ങനെയും ചെയ്ത് നോക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, ഒരു ബേസിക്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. മിറർ വരുമ്പോൾ ലെഫ്റ്റും റൈറ്റും പൊസിഷനാണ് മാറുന്നത്, വേറൊന്നും മാറത്തില്ല. ലെഫ്റ്റ് പൊസിഷനും റൈറ്റ് പൊസിഷനും മാറും. ഓബ്ജക്റ്റ് ലെഫ്റ്റിലാണെങ്കിൽ റിഫ്ലക്ഷൻ റൈറ്റിലായിരിക്കും, ഓബ്ജക്റ്റ് റൈറ്റ് ആണെങ്കിൽ റിഫ്ലക്ഷൻ ലെഫ്റ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന പൊസിഷൻ ആയിരിക്കും ഏതിന്റെ കാര്യത്തില്? മിററിന്റെ കാര്യത്തില് ഓക്കെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എലിമിനേഷൻ മെത്തേഡാണ്, ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടിക്കോളും. ഓക്കെ, ഇനി ആ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് തന്നെ കണ്ടുപിടിക്കാനായിട്ട് ചെറിയൊരു നിങ്ങൾ സാധാരണ ഈ അറിയാവുന്നവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളവരായിരിക്കും. റെയിൽവേയുടെയോ SSC ഒക്കെ എഴുതിയിട്ടുള്ളവർ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ വരയ്ക്കാം. നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് മിറർ ആണ്. ഓക്കെ, മിററിന്റെ ചോദ്യം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഒരു ചിത്രം വരയ്ക്കാം. ഓക്കെ, മിററിന്റെ കണ്ടുപിടിക്കാനായിട്ട് ഓക്കെ, മിറർ ആണേ. ഇതിന്റെ ഒരു 4 ചിത്രങ്ങൾ തന്നിരിക്കും. ഞാനിപ്പോ ചിത്രമൊന്നും തരുന്നില്ല. ഓക്കെ, നിങ്ങൾ അതിന്റെ ശരിയായ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചേ.
സ്വന്തമായിട്ട് കണ്ടുപിടിച്ചോ. ഞാനും കണ്ടുപിടിക്കാം. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഉത്തരം ഇങ്ങനെ തന്നെ നോക്കണം കിട്ടിയത്. ഇങ്ങനെ തന്നെ കിട്ടിയത്. ഇങ്ങനെ തന്നെ കിട്ടിയതേ. എല്ലാവർക്കും ഇങ്ങനെ കിട്ടിയോ? ഈ രീതി കിട്ടിയോ ചിത്രം? ഇല്ലേ? ഇതല്ലേ ലെഫ്റ്റ് സൈഡ്? ഇത് ലെഫ്റ്റ് സൈഡ് അല്ലേ? ഇത് ലെഫ്റ്റ് സൈഡ് അല്ലേ? ഏതെങ്കിലും ഒരു പൊസിഷൻ നോക്കിയാൽ ഇത് ലെഫ്റ്റ് സൈഡ് അല്ലേ? ഈ ലെഫ്റ്റ് സൈഡ് ഇവിടെ വരുമ്പോ റൈറ്റ് സൈഡായി. അപ്പൊ ഇത് ഇപ്പുറത്ത് മുകളിൽ ഇവിടെ വന്നു, ഈ പൊസിഷനിലേക്ക് വന്നു. ഇങ്ങനെ കിട്ടിയോ? ഇങ്ങനെ കിട്ടിയോ? ഇങ്ങനെ കിട്ടിയോ? ആർക്കും കിട്ടിയില്ലേ? ഈ ഒരു ലെവലിൽ കിട്ടിയില്ലേ? ഇല്ല, കിട്ടിയില്ല. വേണ്ട, കിട്ടിയില്ലെങ്കിൽ വേണ്ട, പ്രശ്നമില്ല. അത് കിട്ടിക്കോളും. നോക്കിക്കോളണേ. അതായത് ഇത് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിപരമായ രീതിയിലല്ല, ഉടായ്പിലൂടെയാണെങ്കിലും ബുദ്ധിപരമായ രീതി തന്നെയാണ്. നിങ്ങൾ സാധാരണ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തരണമെങ്കിൽ, മിറർ തരണമെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കൺഫ്യൂഷൻ അടിക്കാതെ ജസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് തരുമല്ലോ പരീക്ഷയ്ക്ക്. ആരുടെയും മൈക്ക് ഒന്ന് ഓണായി കിടക്കുന്നുണ്ട്, അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒന്ന് ഓഫാക്കി വെക്കുക. ഓക്കെ, ആരുടെയോ മൈക്ക് ഓണായി കിടക്കുന്നുണ്ട്. ആരുടെ മൈക്കാണെന്ന് അറിയാൻ വയ്യ, ഞാൻ പറയാം ആരുടെ മൈക്കാണെന്ന്. അയാൾ അറിഞ്ഞു കാണത്തില്ല. എല്ലാവരും മൈക്ക് ഒന്ന് ഓഫ് ചെയ്യണേ കേട്ടോ. ആൻസർ ചോദിക്കുമ്പോൾ മാത്രം മൈക്ക് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ആരുടെയോ മൈക്ക് ഓണായി കിടക്കുന്നുണ്ട്. പ്രജീനയുടെ മൈക്ക് ഒന്ന് ഓഫ് ആക്കാമോ? ഓക്കെ, റെഡി. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ കേട്ടോ. പരീക്ഷയ്ക്ക് മിറർ ചോദിക്കുമ്പോഴേ, മിറർ ആയിരുന്നാലും വാട്ടർ ഇമേജ് ആയിരുന്നാലും ചോദിക്കാൻ പെട്ടെന്ന് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. വരയ്ക്കാൻ പറ്റാത്തത് ബുദ്ധി ഉപയോഗിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പഠിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. വരയ്ക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക്ഷീറ്റിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? അവിടെ ഈ ചിത്രം അങ്ങ് വരയ്ക്കുക. ഞാനിപ്പോ വരച്ച ഈ ചിത്രമില്ലേ, ഈ ചിത്രം വർക്ക്ഷീറ്റിൽ അങ്ങ് വരയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ പേപ്പർ ഉണ്ടെങ്കിൽ, ബുക്ക് ഇരിക്കുകയില്ലേ, ആ ബുക്കിൽ ഇതേ ചിത്രം ഒന്ന് വരച്ചേ. നല്ല കട്ടിക്ക് ഒന്ന് വരച്ചേ. പേന നല്ല അമർത്തി ഒന്ന് വരച്ചേ. ഒരു പേപ്പർ എടുത്തിട്ട് ഈ ചിത്രം നല്ല കട്ടിക്ക് നിങ്ങളുടെ വർക്ക്ഷീറ്റ് നിങ്ങളുടെ പേപ്പറിൽ അമർത്തി ഒന്ന് വരച്ചേ. അമർത്തി വരച്ചിട്ട് അതിനടുത്ത് തിരിച്ചു നോക്കിയേ, തിരിച്ചു പിടിച്ചേ. ബാക്ക് സൈഡ് വരച്ചിട്ട് ബാക്ക് സൈഡ് പിടിച്ചോ. ബാക്ക് സൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? ബാക്ക് സൈഡ് ഇതിന്റെ നിഴല് ഇത് കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ആ പേപ്പറിൽ ഈ ചിത്രം വരയ്ക്കുക. ഈ ചിത്രം വരച്ചിട്ട് തിരിക്കുക. പേപ്പർ തിരിച്ചിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ ഒരു തെളിഞ്ഞു കാണത്തില്ലേ? വര തെളിഞ്ഞു കാണത്തില്ലേ? ആ തെളിഞ്ഞു കാണുന്ന വരയിലൊന്ന് കടുപ്പിച്ച് വരച്ചു നോക്കിയേ. ഏതായിരിക്കും ഇത്? ഈ ചിത്രം തന്നെ കിട്ടിയെന്ന് നോക്കിയേ. ഇത് തന്നെ കിട്ടിയെന്ന് നോക്കിയേ. ആണോ അല്ലേ? ഇതൊരു എളുപ്പ വഴിയാണ്. എല്ലാത്തിനും പറ്റത്തില്ല. ഇങ്ങനെ ചെയ്യാം മിറർ ഇമേജ്. ഇതാണ് സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത്. മിറർ ഇമേജ് സിമ്പിൾ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പതിപ്പിച്ച് വരച്ചിട്ട് പേപ്പർ തിരിച്ചു വെച്ച് നോക്കിയിട്ട് അതൊന്ന് വരച്ചാൽ മതി. മനസ്സിലായോ എല്ലാവർക്കും? അത് ആ കാര്യം പറഞ്ഞ പിടികിട്ടിയോ? ഓക്കെ, മിറർ ഇമേജ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ നേരത്തെ ഇങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. പേപ്പറിൽ ആ തന്നിരിക്കുന്ന വർക്ക്ഷീറ്റിൽ ജസ്റ്റ് അതിന്റെ കോണിൽ എവിടെയെങ്കിലും ചെറുതായിട്ട് ആ പിക്ചർ ഒന്ന് വരച്ചിട്ട് ആ പേപ്പർ ഒന്ന് തിരിച്ചിട്ട് അതിനൊന്ന് നേരെ ഒന്നും കൂടി അതിന്റെ മുകളിൽ നിന്ന് വരച്ചു നോക്കിയാൽ ആ പതിപ്പിൽ ഒന്നും കൂടി. നിങ്ങൾ പണ്ട് എന്താ പറയുന്നത്? ഇങ്ങനെ വരയ്ക്കത്തില്ല ചിത്രം? പണ്ട് നിങ്ങൾ എന്താ പറയുന്നതിന് അതിന്റെ പേര് പറയുമല്ലോ, അന്ന് വരച്ചെടുത്താൽ മതി. അപ്പൊ അത് എന്താണ്? അത് തന്നെയാണ്. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ, നമ്മൾ വരയ്ക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണെങ്കിൽ. ബട്ട് നമ്മുടെ വാട്ടർ ഇമേജ് അങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം വാട്ടർ ഇമേജ് എന്ന് പറയുന്നത് എന്താ പറയാ, തല തിരിച്ച് പിടിക്കേണ്ടി വരും അല്ലേ? അത് വലിയ പാടാ അങ്ങനെ ചെയ്യാനായിട്ട് അല്ലേ? കാരണം അത് നേരെ തല തിരിച്ചു വെക്കേണ്ട ഒരു കാര്യമില്ലേ അല്ലേ? അതായത് ഒരു ഓബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നു, വാട്ടർ ഇമേജ് ഇങ്ങനെ വരയ്ക്കുന്നു. ആ ഓബ്ജക്റ്റ് തിരിച്ചു പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ തല കുത്തനെ പിടിച്ച് ഇങ്ങനെ എടുക്കേണ്ടി വരും. അത് ശരിയാവത്തില്ല, വരച്ചാൽ കിട്ടത്തില്ല, ഓബ്ജക്റ്റ് തിരിച്ചു വരും അല്ലേ?
അല്ലെ? താഴെയുള്ളത് മുകളിൽ വരണം, അപ്പൊ വരയ്ക്കാൻ പറ്റത്തില്ല, വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാനിപ്പോ വാട്ടറിന്റെ വേറൊരു ചിത്രം, നിങ്ങൾ അതിന്റെ ഉത്തരം നിങ്ങൾ ഇപ്പൊ കണ്ടുപിടിച്ച് തരും. നോക്കിയോ, ഞാൻ വേറൊരു പിക്ചർ വരച്ചു തരാം. വാട്ടർ ഇമേജ് നിങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിച്ചേ. വാട്ടർ ഇമേജ് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ഇതാണ് എന്റെ ചിത്രം. ഇതിന്റെ വാട്ടർ ഇമേജ് കണ്ടുപിടിച്ചേ പെട്ടെന്ന്. ഇതിന്റെ വാട്ടർ ഇമേജ് കണ്ടുപിടിച്ചേ. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? എന്തിവിടെ എന്ത് മാത്രമേ മാറുള്ളൂ? ഇവിടെ എന്ത് മാത്രമേ മാറുള്ളൂ? വാട്ടർ ഇമേജിൽ എവിടെ ഏത് പൊസിഷൻ മാത്രമേ മാറത്തുള്ളൂ? വാട്ടർ ഇമേജില് എന്ത് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളേ? ആ എന്താണ്? അപ്പ് ആൻഡ് ഡൗൺ അല്ലേ? അല്ലേ? ഈ ഒരു ഏരിയ മാത്രമേ മാറത്തുള്ളൂ. ഈ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പൊസിഷൻ ഒന്നും മാറത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ വരത്തില്ലേ? ഈ ഉണ്ട മുകളിൽ പോവും, ത്രികോണം താഴെ വരും, ബാക്കിയൊന്നും ഒരു മാറ്റം ഉണ്ടാവത്തില്ല. സ്ക്വയർ ഇവിടെ തന്നെ കിടക്കും, ലൈൻ ഇവിടെ തന്നെ വരും. ഇല്ലേ? ഇങ്ങനെയല്ലേ കിട്ടിയത്? ഓക്കെ, ഇങ്ങനെയാണ് കിട്ടിയത്. ഇത് സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കും. അവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും. അതിനും നിങ്ങൾക്ക് വേണമെങ്കിൽ മിറർ ഇമേജ് നന്നായിട്ട് അറിയാമെങ്കിൽ ചെയ്യാം. അതിനും ഒരു ഉടായ്പ ഞാൻ പറഞ്ഞു തരാം. ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് കേട്ടോ. ഒന്നല്ല രണ്ട് ചോദ്യം നോൺ വെർബലില് ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് ചോദിച്ചിരിക്കും. റീസണിംഗിൽ ചോദിച്ചിരിക്കും കേട്ടോ. കുറെ വർക്ക്ഔട്ട് ചെയ്യാം, അപ്പൊ ഒന്ന് കിട്ടിക്കോളും. ഡോൺ വറി. ഓക്കെ, നോക്കിക്കോളണേ. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ വർക്ക്ഷീറ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഞാനിപ്പോ തന്ന ചിത്രം ഇതായിരുന്നു അല്ലേ? തന്ന ചിത്രം ഇതായിരുന്നല്ലോ. ഇതായിരുന്നു ഞാൻ വരയ്ക്കാനായിട്ട് തന്ന ചിത്രം. ഓക്കെ, ഞാൻ ഒന്നും കൂടെ വരയ്ക്കുകയാണ് തന്നത്. ഇതും വെച്ചുകൊണ്ടിരിക്കരുത്, നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചെയ്ത് പഠിക്കണം. പിന്നെ ഒന്നും പറ്റില്ലെങ്കിൽ അവസാനം ചെയ്യേണ്ട രീതിയാണിത്. ഓക്കെ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് തന്ന ചിത്രം. ഫിഗർ ഇതായിരുന്നു, തന്ന ചിത്രം ഇതായിരുന്നു. ഈ ചിത്രത്തെ എന്ത് ചെയ്യണം അറിയാമോ? ഇതിനെടുത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം തന്നെ ഒന്ന് തിരിച്ചിടണം അല്ലേ? വാട്ടറിലാകുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിടുക. ഒന്ന് ഇങ്ങനെ എടുത്ത് തിരിച്ചിടുക. ചിത്രത്തെ തിരിച്ചിടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ ആരോ എങ്ങോട്ട് വരും? ഇതിനടുത്ത് ഒന്ന് തിരിച്ചാണ്ടേ, ഒന്ന് തിരിക്കുമ്പം ഇങ്ങനെ തന്നെ കിട്ടുന്നത്. ആരോ ഇതിങ്ങനെ വരത്തില്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്? ഇങ്ങനെ വരത്തില്ലേ തിരിക്കുമ്പോഴത്തേക്ക്? വരുമോ ഇല്ലയോ? ഇങ്ങനെ കിട്ടത്തില്ലേടെ? ഇങ്ങനെയല്ലേ കിട്ടുന്നത്? ഇതിനെ ഒന്ന് ഇങ്ങനെ എടുത്തൊന്ന് തിരിക്കുമ്പോഴത്തേക്ക് ഇല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്? ഈ ചിത്രമല്ലേ വരുന്നത്? ആണോ? ആണല്ലോ. ഒന്ന് തിരിച്ചിടുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഓക്കെ, തിരിച്ചു. ഈ തിരിച്ചിട്ട ചിത്രത്തിന്റെ, അതായത് ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാല് വാട്ടർ ഇമേജ് കാണാൻ പറഞ്ഞാൽ അതിനെ ഒന്ന് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടൊന്ന് തിരിക്കുക. ഇങ്ങനെ ഒന്ന് എടുത്ത് തിരിക്കുക. അതായത് ഇവിടെ ഈ സാധനത്തെ വലിച്ചിപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ ആക്കുക. ഈ നടുക്കുള്ള സാധനത്തെ ലെഫ്റ്റിലേക്ക് ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. അതാണ്ട ആ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇതിന്റെ മിറർ ഇമേജ് കാണണം ആദ്യം നിങ്ങൾ. ഇതിന്റെ മിറർ ഇമേജ് കാണാൻ എളുപ്പമാണല്ലോ. മിറർ ഇമേജ് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്ത് ചെയ്താൽ മതി? വേണമെങ്കിൽ പേപ്പറിൽ ഒന്ന് വരച്ചു നോക്കിയാൽ മതി. മിറർ ഇമേജ് എങ്ങനെ ഇരിക്കും പറഞ്ഞേ? ലെഫ്റ്റും റൈറ്റും മാത്രമല്ലേ മാറത്തുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആയിരിക്കുമല്ലോ. ഓക്കെ, മിറർ ഇമേജ് ഇങ്ങനെയല്ലേ കിട്ടുന്നത്? സ്ക്വയർ, ലൈന്, ഇത് മാത്രം മാറും. ലെഫ്റ്റ് റൈറ്റ് മാത്രം മാറും. ഉണ്ട എവിടെ പോവും? ഉണ്ട ഇവിടെയും വരും, സർക്കിൾ ഇവിടെയും വരും. ഓക്കെ, ട്രയാങ്കിൾ ഇവിടെയും. ഇങ്ങനെയല്ലേ വരുന്നത്? അല്ല, ഇവിടെ മിറർ ഇമേജ് ഇതല്ലേ? ആണോ? ഓക്കെ, ഇനി റെഡിയാണോ? റെഡിയാണോടെ? റെഡി അല്ലേ? ഈ പറഞ്ഞ കാര്യം പിടിയിട്ടില്ലേ? സ്റ്റെപ്പ് പിടിയിട്ടില്ലേ? ആദ്യം ഇതിനെ ഒന്ന് തിരിക്കുക. ആദ്യം ലെഫ്റ്റ് റൈറ്റ് ഒന്ന് തിരിക്കുക. അപ്പൊ ഇങ്ങനെ കിട്ടും. ആ ലെഫ്റ്റ് റൈറ്റ് തിരിച്ച സാധനത്തിനെ മിറർ ഇമേജ് കാണുക. അതിന്റെ മിറർ ഇമേജ് കാണുക. മിറർ ഇമേജ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് തിരിക്കുക. തിരിച്ചു. അതിനുശേഷം ഇനി നമുക്ക് വേണ്ടത്, നിങ്ങൾക്ക് ഓഡിയോ ഉണ്ടോ?
ഓഡിയോ ഓക്കെ അല്ലേ? ഓഡിയോ ഓക്കെ അല്ലേ? ഓഡിയോ പോയോ? ഓഡിയോ ഓക്കെ ആണോ? ഓഡിയോ ഓക്കെ ആണോ? ഓഡിയോ പോയോ? ഓഡിയോ ഓക്കെ ആണോ? ഇപ്പൊ വന്നില്ലേ? ഇപ്പൊ വന്നോ? ഓഡിയോ വന്നോ? വന്നു. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമ്മള് ആദ്യം ചിത്രത്തിൽ തിരിച്ചിട്ടു, ലെഫ്റ്റ് റൈറ്റ് തിരിച്ചു, ലെഫ്റ്റ് റൈറ്റ് തിരിച്ചു, ലെഫ്റ്റ് റൈറ്റ് തിരിച്ചതിന് ശേഷം അതിന്റെ മിറർ ഇമേജ് കാണുന്നു. ഓക്കെ, മിറർ ഇമേജ് കിട്ടി. അതിന്റെ മിറർ ഇമേജ് കിട്ടി. മിറർ ഇമേജ് കിട്ടിയതിന് ശേഷം നമുക്ക് ഇനി വേണ്ട എന്താണ്? വാട്ടർ ആമ്പ് എങ്ങനെ വരുന്നത്? വാട്ടർ ആമ്പ് എങ്ങനെ ചെയ്യുന്നത്? വാട്ടർ ഇമേജ് കാണാൻ എന്താ ചെയ്യേണ്ടത്? അപ്പ് ആൻഡ് ഡൗൺ തിരിച്ചാൽ മതിയല്ലോ. ബോട്ടം ലെഫ്റ്റ് റൈറ്റുള്ള ഈ മുകളിലത്തെ താഴെ വരും, താഴത്തെ മുകളിൽ പോകും. അതിന് തിരിച്ചേ 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 തിരിച്ചോ? താട്ട് വരയുമ്പോൾ അങ്ങനെ ഇട്ടും ഇതിങ്ങനെ കറങ്ങി വരത്തില്ലേ? എങ്ങനെ ഇവിടെ എങ്ങനെ വരും? ഇങ്ങനെ കിട്ടിയ എല്ലാവർക്കും? ഇങ്ങനെ കിട്ടിയാടേ? ഇങ്ങനെ കിട്ടിയോ? ഇങ്ങനെ കിട്ടിയോ? കിട്ടിയോ? കിട്ടിയോ ഇല്ലേ? ഈ രീതി കിട്ടിയോ? ഇതിനൊന്ന് തിരിച്ചിട്ടപ്പോഴത്തെ ഇങ്ങനെ കിട്ടത്തില്ലേ? അപ്പ് ആൻഡ് ഡൗൺ തിരിക്കുമ്പോൾ ഇങ്ങനെ കിട്ടത്തില്ലേ? ഇങ്ങനെ കാണാം വാട്ടർ ഇമേജ്. വാട്ടർ ഇമേജിനെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയും കാണാം. അതായത് മിറർ ഇമേജ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വാട്ടർ ഇമേജിനെയും കാണാൻ പറ്റും. ഓക്കെ, കാണാൻ പറ്റും. ബട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ്, ഫിഗേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും. സിമ്പിൾ പിക്ചേഴ്സ് വരെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും പഠിച്ചുവെങ്കിലും ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ റീസണിങ് എബിലിറ്റിയാണ്. റീസണിങ് എബിലിറ്റി. ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അതിലെന്ത് വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ട് പെട്ടെന്ന് ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ അതിൽ ഉപയോഗിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര സിമ്പിൾ ആയിരുന്നു തോന്നും. ഇതിന്റെ ബേസിക് ഇത്രയും കാര്യങ്ങളാണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഞാൻ വേറൊരു ചിത്രം ഇവിടെ വരച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനെ ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു ഫിഗർ ഞാൻ വരച്ചു തരാം. ഒരു ഫിഗർ നിങ്ങൾ ഇതിന്റെ വാട്ടർ ഇമേജ് ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇതിന്റെ വാട്ടർ ഇമേജ് കണ്ടുപിടിച്ചേ പെട്ടെന്ന്. ഇതിന്റെ വാട്ടർ ഇമേജ് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ഇതിന്റെ വാട്ടർ ഇമേജ് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. അല്ല, വ്യത്യാസം വരും. എന്തിനാ വ്യത്യാസം വരുന്നത്? എന്തിനാണ് വ്യത്യാസം വരുന്നത്? ഇവിടെ മാത്രം അല്ലേ? ഇതില് മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. ഈ നടുക്കുള്ള ആളിന് മാത്രമേ ഇങ്ങനെ വരും അല്ലേ? എങ്ങനെ വരും? ഈ രണ്ട് കാലം മുകളിൽ പോയിട്ട് ഉണ്ട എവിടെ വരും? താഴെ വരും അല്ലേ? ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇവിടെ ഇതെങ്ങനെ വരും? ഇത് തിരിയത്തില്ലേ? തിരിയൂ. ഇവിടെ ഇങ്ങനെയല്ലായിരുന്ന, ഇവിടെ ഈ ഭാഗം തിരിഞ്ഞ് മുകളിലോട്ട് പോവും. ഈ ഭാഗം മുകളിലോട്ടായിരുന്നു, അത് തിരിഞ്ഞ് താഴോട്ട് വരും. ഓക്കെ, ഇങ്ങനെയല്ലേ കിട്ടിയത്? ആണോടെ? ആണോ? ലെഫ്റ്റിലും റൈറ്റിലും മാറ്റം വരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്ചറിനെ തിരിച്ചിടുമ്പോ ഇതിനെടുത്ത് തിരിച്ച് ഇങ്ങനെ പിടിക്കുമ്പോ എങ്ങനെ വരുന്നല്ലേ ചോദിക്കുന്നത് അല്ലേ? മിററിന്റെ കാര്യത്തിൽ തിരിച്ച് ഇങ്ങനെ മാത്രമേ നോക്കത്തുള്ളൂ. വാട്ടറിന്റെ കാര്യത്തിൽ ഇതിനെടുത്ത് തിരിച്ചിടണ്ടേ? ഈ പിക്ചറിന് തിരിച്ചിങ്ങനെ ഇടണ്ടേ?
അല്ലേ? ഇങ്ങനെ ഞാൻ വരച്ച ഈ പിക്ചറിനെ എടുത്ത് എന്ത് ചെയ്യണം? ഇതിനെ എടുത്ത് ഇങ്ങനെ തിരിക്കണ്ടേ? ഇങ്ങനെ തിരിച്ചുകൊണ്ട് വരണ്ടേ? ഇങ്ങനെ തിരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഈ സാധനം എന്ത് ചെയ്യും? മോളിൽ പോവും, ഉണ്ട താഴെ വരും അല്ലേ? ഇതിങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ താഴോട്ടുള്ള ഈ രണ്ട് കാല് മുകളിലോട്ട് പോകത്തില്ലേ? മുകളിലോട്ടാവത്തില്ലേ? തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് മുകളിലോട്ട് ഈ രണ്ട് കാലം താഴോട്ട് വരത്തില്ലേ? വരുമോ ഇല്ലേ? ഇല്ലേടെ? വരത്തില്ലയോ? അതാ ഞാൻ പറഞ്ഞത് അവിടുത്തെ റീസണിങ് എബിലിറ്റി ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ചിന്തിക്കാനുള്ളത്. ആ രീതിയിലാണ് ചിന്തിക്കുക. അവർ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. ഇത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അത് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ പരിശീലിക്കാനുള്ളതാണ്. അത് കിട്ടിക്കൊള്ളും. ഞാനിപ്പം കാണിച്ചില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് റെഡി ആവും. കുറച്ച് ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ answer figure is exactly the mirror image of the given figure when the mirror is held at mn? ഈ mn എന്ന് പറയുന്നത് അങ്ങനെ കൊടുത്തിരിക്കാനുള്ള കാരണം ഈ mn-നെ ബേസ് ചെയ്തിട്ട് ചിത്രത്തില് ശരിയായിട്ടുള്ള കണ്ടുപിടിക്കാണ്, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ കണ്ടുപിടിക്കാണ്. അപ്പം മിറർ ഈസ് ഹെൽഡ് അറ്റ് mn എന്ന് പറയുമ്പോൾ mn ഇങ്ങനെയാണ് ഇരിക്കുന്നത്. mn ഇങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ എന്ത് ഇമേജ് അവിടെ കണ്ടുപിടിക്കേണ്ടതാണ് ഉദ്ദേശിക്കുന്നത്? പറയാമോ? എന്ത് ഇമേജാണ് അവിടെ വാട്ടർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വെർട്ടിക്കൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? വെർട്ടിക്കൽ mn എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ് കിടക്കുന്നത്. വെർട്ടിക്കൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാട്ടർ ആണ്. ഹൊറിസോണ്ടൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് മാത്രമേ എന്താകത്തുള്ളൂ? മിറർ ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. അത് ശ്രദ്ധിച്ചോളണം. ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് തരുന്നത്, ചോദ്യം ഇങ്ങനെയാണ് തരുന്നത്, എപ്പോഴും ചോദ്യം ഇങ്ങനെയാണ് തരുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് തരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോളണം. ഓക്കെ, അവിടെ എടുത്ത് പറയത്തില്ല വാട്ടർ ഇമേജ് ആണെന്നോ അല്ലെങ്കിൽ മിറർ ആണെന്നോ ഒന്നും എടുത്ത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ പറയത്തില്ല. ഇങ്ങനെ തന്നിരിക്കും. ഇവിടെ mn എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു മിറർ ആണ്, അത് വാട്ടർ ഇമേജ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കിയോ, ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ച ബുദ്ധി അനുസരിച്ചിട്ട് പെട്ടെന്ന് ഓപ്ഷൻ എലിമിനേഷൻ ചെയ്തേ. കപ്പ് വാട്ടർ ഇമേജ് ആണല്ലോ. കപ്പ് എന്ത് ചെയ്യും? കപ്പ് എന്തിയുടെ തിരിഞ്ഞു വരുമല്ലേ? സ്വാഭാവികമായിട്ടും തലകുത്തനെ വരുമല്ലോ. അപ്പൊ നോക്കിയോ, ആ തലകുത്തനെ വന്നു കഴിഞ്ഞാൽ മനസ്സിൽ പെട്ടെന്ന് ചിന്തിക്കുക. തലകുത്തനെ വരുമ്പോഴത്തേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ കപ്പിനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോഴത്തേക്ക് ഇതിന്റെ കൈ, അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ സെൻട്രലൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്യും. ഇവിടെ ഞാൻ ഈ കപ്പിന്റെ ഈ ഹാൻഡ് പിടി ഒന്ന് സെൻട്രലൈസ് ചെയ്യണം. നമ്മൾ കപ്പ് തിരിച്ചാലും പിടി മാറൂടെ? പിടി റൈറ്റിലേക്ക് പോകൂ. പിടി റൈറ്റിലേക്ക് പോകണമെങ്കിൽ അത് എന്ത് ഇമേജ് ആയിപ്പോയി? പിടി റൈറ്റിലേക്ക് പോകണമെങ്കിൽ അത് എന്ത് ഇമേജ് ആവും? മിറർ ആയി പോകത്തില്ലേ? ഇവിടെ വാട്ടർ അല്ലേ? അപ്പൊ വാട്ടറിൽ പിടി ഒരിക്കലും അങ്ങോട്ട് പോകത്തില്ല, ലെഫ്റ്റിൽ തന്നെ ആയിരിക്കും. അങ്ങനെ പിടി ലെഫ്റ്റിലുള്ള ഏതെങ്കിലും ഉണ്ടാ നോക്ക്. പിടി ലെഫ്റ്റിലുള്ള ഈ ഒരെണ്ണമല്ലേ ഉള്ളൂ. പിടി ലെഫ്റ്റിലുള്ള ഒരെണ്ണമല്ലേ ഉള്ളൂ. ഇത് മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം നോക്ക്. ഇവിടെ ഉണ്ട്, പക്ഷെ കപ്പ് നിവർത്തി വെച്ചിരിക്കുന്നത്. ഇവിടെ പിടി ലെഫ്റ്റിൽ തന്നെയാണ്, പക്ഷെ കപ്പ് നിവർന്നായിരിക്കുന്നത്. നിവർന്നല്ലല്ലോ വരുന്നത്. അപ്പൊ അതും തെറ്റല്ലേ? ഒറ്റയടിക്ക് ആൻസർ കിട്ടത്തില്ലേ? കിട്ടുമോ ഇല്ലയോ? ഇല്ലേ? കിട്ടിയാ? മനസ്സിലായോ പറഞ്ഞത്? ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ മനസ്സിലായോ? നമ്മള് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. റീസണിങ് എബിലിറ്റി എന്ന് വെച്ചാൽ അതല്ലേ. റീസണിങ് എബിലിറ്റി എത്ര പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പോഴുള്ള ഒരു തിങ്കിങ് ആണ് അല്ലേ? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി, വേറെ ഒന്നും നോക്കണ്ട. കപ്പ് തിരിച്ചു വെക്കുമ്പോ ഒരിക്കലും ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു ചിഹ്നം, അല്ലെങ്കിൽ ചിഹ്നം മീൻസ് ഓർ സൈൻ ഓർ ഇതിന്റെ കേസിൽ പിടി റൈറ്റിലേക്ക് വരത്തില്ല. പിടി റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മിറർ ഇമേജ് ആയിപ്പോയി. പിടി ലെഫ്റ്റിൽ തന്നെ ആയിരിക്കും. കപ്പ് തിരിഞ്ഞും വരണം. അങ്ങനെ കപ്പ് തിരിഞ്ഞിരിക്കുകയും പിടി ലെഫ്റ്റിൽ വരണേ ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ ഇവിടെ പിടി ലെഫ്റ്റിലുണ്ട്, പക്ഷെ കപ്പ് നേരെ ഇരിക്കുന്നത്. അപ്പൊ തെറ്റ്. ഇവിടെ കപ്പ് പിടി റൈറ്റില്, ഇവിടെ റൈറ്റില്, അതും തെറ്റ്. അപ്പൊ ശരിയായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ അല്ലേ? ആണോ? റെഡി അല്ലേ? റെഡിയാണോ? റെഡി അല്ലേ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഫോർവേഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് എല്ലാവരും കിട്ടുന്നോ നോക്കിയാൽ മതി. അടുത്ത ചോദ്യം ഒരു ക്വസ്റ്റ്യൻ ഫിഗർ ആണ്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞേ. ഏതെങ്കിലും ഒരു ബിന്ദു ഇവിടെ ഏതാ? മിറർ ആണോ വാട്ടർ ആണോ? XY ആണ്. XY എന്നാണ് തന്നിരിക്കുന്നത്. എക്സും വൈയും ഏതാ അപ്പോഴും ഉദ്ദേശിക്കുന്നത്?
മിറർ ആണല്ലോ. ഓക്കെ, വെരി ഗുഡ്, മിറർ ആണ്. ഇനി നോക്കിയേ, മിറർ ആകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് റൈറ്റ്, റൈറ്റ് ലെഫ്റ്റ് പോവും. ഓക്കെ, മിറർ ഇമേജ് ആണ് ഉത്തരം. ഏടെ? വെരി ഗുഡ്. ഏതാടെ ഏതാടെ? എ ആണ്. വെരി ഗുഡ്. അതെങ്ങനെ കിട്ടിയെന്ന് പറയാമോ? മറ്റുള്ളവർക്ക് മനസ്സിലായ എങ്ങനെയാണെന്നുള്ളത്? എങ്ങനെ കിട്ടി നോക്കിയേ? ഇത് നോക്കിയാൽ മതി. ഈ ഒരെണ്ണം മാത്രം സെൻട്രലൈസ് ചെയ്താൽ മതി. ഇത് മാത്രം നോക്കിയേ. അല്ലെ, മിറർ ആകുമ്പോ ഇതെവിടെ വരണം? ഇതെവിടെ വരണം? ഈ സാധനം എവിടെ വരണം? ഇവിടെ വരണം. ഇത് ഇവിടെ വരണം, റൈറ്റ് സൈഡിൽ വരണം. ഇത് റൈറ്റ് സൈഡിൽ വരികയും വേണം. അത് തിരിയാനും പാടില്ല. അല്ലേ, ഇങ്ങനെ തന്നെ ഇരിക്കണം. തലക്കുത്തനെയൊന്നും ആവാൻ പാടില്ല. നോക്കിയോ, ഇവിടെ തലക്കുത്തനെയാണ്, തെറ്റാണ്. ഇവിടെയും തലക്കുത്തനെയാണ് ഇരിക്കുന്നത്, തെറ്റാണ്. ഇനി ഇവിടെ നോക്കിക്കോ, ഇതാണ് ഒരു ഡൗട്ട് വരുന്നത് നിങ്ങൾക്ക്, അല്ലേ? ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നോക്കിയോ, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ സാധനം, അല്ലേ? ഇല്ലടെ, നമ്മൾ റൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ തലക്കുത്തനെ ആവൂ. മിററിൽ ഒരിക്കലും തലക്കുത്തനെ വരൂടെ? ഇൻവെർട്ടഡ് ഇമേജ് കിട്ടൂ? വരുമോ? ഇല്ല. ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റിലുള്ളത് റൈറ്റിലേക്ക് പോകുന്നു മാത്രമേ ഉള്ളൂ. മിററിൽ ഒരിക്കലും ഇൻവെർട്ടഡ് ഇമേജ് കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ സാരി ഉടുക്കാനൊക്കെ നിന്ന് സ്റ്റൈലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ തലക്കുത്തനെ കാണണമായിരുന്നു, അല്ലേ? ഇല്ലേ, ഇൻവെർട്ടർ ആയിട്ട് നിങ്ങളുടെ ഇമേജ് കാണണമായിരുന്നു, ഇല്ലേ? അപ്പൊ നോക്കിയോ, ഇവിടെ ഇൻവെർട്ടഡ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ശരി, ഇതാണ്. റെഡി അല്ലേ? റെഡിയാണോ? അങ്ങനെ നോക്കേണ്ടത്. റെഡി അല്ലേ? പെട്ടെന്ന് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. റെഡിയാണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തലേക്ക് പോട്ടെ, നെക്സ്റ്റിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ചോദ്യം. ഓക്കെ, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ഫൈൻഡ് എ മിറർ ഇമേജ് ഓഫ് ദ സെയിം ഫ്രം ദി alternatives given image that mn. mn ആ പറഞ്ഞിരിക്കുന്നത്. mn എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? മിറർ ഇമേജ് ആണോ വാട്ടർ ഇമേജ് ആണോ? വാട്ടർ ഇമേജ് ആണ്. വാട്ടർ ഇമേജ് ആണ്. ഓക്കെ, വാട്ടർ ഇമേജ് ആണ്. ഓക്കെ, വാട്ടർ ഇമേജ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വെർട്ടിക്കൽ ആയിട്ടുള്ള സാധനമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെയും ആ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരു ബിന്ദു നിങ്ങൾ ഷോർട്ടൺ ചെയ്യുക, അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുക. ഏതാണ് ഒരു ബിന്ദു എന്നുള്ളത് നോക്കുക. ഓക്കെ, നമുക്ക് മുകളിലെ ഇത് നോക്കാം, ഈ ത്രികോണങ്ങൾ നോക്കാം. ഓക്കെ, വാട്ടറിലാവുമ്പോഴത്തേക്ക് ഇൻവെർട്ടഡ് വരൂ, ഇൻവെർട്ടഡ് വരത്തില്ലയോ? എങ്ങനെയാണ്? ഇൻവെർട്ടർ ഇത് തിരിയും, അല്ലേ? ഇത് തിരിയും. ഈ സാധനം തിരിഞ്ഞു വരും. ഈ സാധനം തിരിഞ്ഞു വരുന്ന ഏതൊക്കെ ഉണ്ടെന്ന് നോക്കിയേ. ഈ സാധനം ഇതുണ്ട്, ഇത് തിരിഞ്ഞു, അല്ല, ഇതിൽ ഒരെണ്ണം തിരിഞ്ഞു വരണം, തിരിയാതെ ഇരിക്കുന്നത്, അല്ലേ? ആണോ? ഇത് ഇവിടെ നോക്കിക്കോളണേ. ആദ്യം ഈ ഒരു പോയിന്റ് മാത്രം, ഈ ഒരു ഫസ്റ്റിലത്തെ അതിന്റെ മൂല മാത്രം ഒന്ന് കേന്ദ്രീകരിക്കുക, കോർണർ മാത്രം. ഇവിടെ ഒന്ന് ത്രികോണമായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്. ഇവിടെ ആവുമ്പോഴത്തേക്ക് ഓക്കെ അല്ല. പൂജ്യം ഇനി വെളി വന്നു, സർക്കിള് വെളി വന്നു. അപ്പൊ അതെന്തായാലും ഓക്കെ ഇല്ല. ഇവിടെ നോക്കിയാണ്, ഇവിടെ രണ്ട് ഒരേപോലെ ഇരിക്കുന്നു, അല്ലേ? ഇവിടെ രണ്ട് ഒരേപോലെ ഇരിക്കുന്നു, അതും തെറ്റാണ്. അപ്പോഴും ഓക്കെ, രണ്ട് ഒരേപോലെ വന്നു. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് തെറ്റാണ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, റെഡിയാണ്. ഇത് പക്ഷെ അപ്പൊ നോക്കിയോ, വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കുക. ഓക്കെ, ഈ രണ്ടും, ഒന്നാമത്തതും രണ്ടാമത്തതും ത്രികോണത്തിന്റെ കാര്യത്തിൽ സെയിം, ഓക്കെയാണ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും എന്തോടെ? ഇനി വേറെ നോക്കട്ടെ. ഏതില്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. മൗത്തിൽ നോക്കിയോ, മൗത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടാണ് അതിന്റെ ചരിവ് കിടക്കുന്നത്. ഇങ്ങനെയാണ് ഒരു മീശ ഇരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇതിൽ നോക്കിയേ, ഇതിൽ നോക്കിയാ മീശ ഇങ്ങനെ വന്നിട്ട് എങ്ങോട്ടേക്ക് പോയിരിക്കുന്നു? ലെഫ്റ്റിലേക്ക് പോയിരിക്കുന്നു. ലെഫ്റ്റിൽ പോവൂ? വാട്ടർ ഇമേജിൽ ലെഫ്റ്റിൽ പോവൂടെ? പോകുമോ? ഇല്ല, ഇല്ല. അത് ഇൻവെർട്ടഡ് ആയി വരത്തില്ല. ഇൻവെർട്ടഡ് ആയി വന്നിട്ടുണ്ട്, നടക്കുന്നു. അപ്പൊ ഏതാ ശരി? വേറെ ഒന്നും നോക്കണ്ട. ഏതാ ശരി? ഇത് ഒന്ന് ഫസ്റ്റ്. റെഡി? ഇങ്ങനെ നോക്കേണ്ടത്. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ മിറർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ലൈൻ mn, then which of the answer figure is the right image of the given figure? Okay,
അപ്പൊ എം എൻ ആണ് ഇവിടെ. എന്ത് തന്നെയാണ് എം എൻ എന്ന് പറയുമ്പോഴത്തേക്ക് വെർട്ടിക്കൽ ആണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്ത് തന്നെയാണ് അവിടെ? വാട്ടർ ഇമേജ് തന്നെയാണ്. വാട്ടർ ഇമേജ് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇത്ര സമയമൊന്നും വേണ്ടായിരുന്നു. ഒറ്റ കാര്യം നോക്കിയാൽ മതി. എന്താ എന്താണ് ആൻസർ ഓപ്ഷൻ 2 ആണ്. വെരി ഗുഡ്. എന്താ എന്താ പ്രത്യേകത? എന്താ വാട്ടർ ഇമേജ് ആകുമ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റ് നോക്കിയേ, ഈ ഒരു പോയിന്റ് നോക്കിയേ. ബാക്കി എല്ലാത്തിലും നോക്കിയേ, ഈ പോയിന്റ് എവിടെ വരാൻ പാടുള്ളൂ? ഇവിടെ വരണം അല്ലേ? ഇവിടെ വരണം, ഈ പൊസിഷനിൽ വരണം അല്ലേ? തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് അല്ലേ? ഈ പൊസിഷനിൽ വരണം. ഈ പോയിന്റ്, ഈ ഉണ്ട ഈ പൊസിഷനിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ? നോക്കി, ഇത് താഴോട്ട് കിടക്കുന്നത് തെറ്റാണ്. ഇതും താഴോട്ട്, അതും തെറ്റാണ്. ഇത് ഈ പൊസിഷനിലാണെങ്കിലും ഇത് ഈ പൊസിഷനിലാണെങ്കിലും ഓക്കെ. ഒന്നാമത്തത് ഈ ഉണ്ട ഈ പൊസിഷനിൽ തന്നെയാണെങ്കിലും, പക്ഷെ എന്റെ ബാക്ക് നോക്കി, ഈ സാധനം ചിറക് തിരിഞ്ഞല്ലിരിക്കുന്നത് ആണോ? വെള്ളത്തിലേക്ക് വരുമ്പോ ഇത് ഇങ്ങനെ വരണ്ടേ? ഇത് പിക്ചറിൽ ഇങ്ങനെ ഇരിക്കുന്നു. വെള്ളത്തിൽ വരുമ്പോ തിരിഞ്ഞു വരണമല്ലോ. അതാണ്ടേ തിരിഞ്ഞു വന്നിരിക്കുന്നു. അപ്പൊ ആൻസർ ഇതാണ്. റെഡിയാണോ? ഇത് മുകളിലോട്ടാ നിൽക്കുന്നത്, അതുകൊണ്ട് ഇതും തെറ്റാണ്. റെഡിയാണോ? റെഡിയാണോടെ? ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നു. ഇതും വളരെ സിമ്പിൾ. ഇഫ് എ മിറർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ലൈൻ എം എൻ, എം എൻ ആണ്. എം എൻ, ഇത് എം, ഇത് തന്നെ. അപ്പൊ എന്ത് ഇമേജ് എവിടെ? ഏത് ഇമേജാ കാണേണ്ടത്? മിറർ ആണ്. മിറർ ആണ്. വിച്ച് ഓഫ് ദ ആൻസർ ഫിഗർ ഈസ് ദ റൈറ്റ് ഇമേജ് ഓഫ് ദ ഗിവൻ ഫിഗർ? നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിച്ചേ. വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ അത്. നോക്കിയേ, പെട്ടെന്ന് നോക്കിയേ. വെരി ഗുഡ്. ഒന്നാണ്. കാരണം എന്താ? ഒറ്റ കാര്യം നോക്കിയാൽ മതി. എന്ത് നോക്കിയാൽ മതി? മീശയുടെ താണ്ട ഇവിടത്തെ ഒരു കാര്യം നോക്കിയാൽ മതി. ഈ ഒരു സാധനം. ഇത് റൈറ്റ് വരണമല്ലോ. ഇത് റൈറ്റ് വരണമല്ലോ. ഇത് തല കുത്തനെ ഇരിക്കുന്നു, ഒരിക്കലും അല്ല. ഇല്ലേ? ഇതും അങ്ങനെ തന്നെയാണ്, ഒരിക്കലും ആവത്തില്ലല്ലോ. ഇല്ലേ? ഇല്ലയോ? ആണോടെ? ഇനി നോക്കിയാണ്ട് ഇത് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എന്തുവാ? ഇത് ഇപ്പുറത്ത് വരേണ്ടതാണ് അല്ലേ? ഇത് ഇപ്പുറത്ത് വരേണ്ടതാണ്. കുറച്ചുകൂടി താഴോട്ടാക്കി തരാം. 1, 3 മാത്രമാണ് ചിലര് ഡൗട്ട് വരുന്നത്. പക്ഷെ ഈ സാധനം അപ്പുറത്തേക്ക് വരേണ്ടതാ. ഇവിടേക്ക് വരേണ്ടതാ, ഈ പൊസിഷനിലേക്ക് വരേണ്ടതാ. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ അതിന് പറയും ഈ ചിഹ്നമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ ആ ചിഹ്നം ഇല്ല. ഓക്കെ ഓക്കെ, ആ ചിഹ്നം ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ അതാണ് ആൻസർ. വളരെ സിമ്പിൾ ആണ്, ഇത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ആൻസർ ഫിഗർ ഈസ് എക്സാക്ട്ലി മിറർ ഇമേജ് ദ ഗിവൺ ഫിഗർ വെൻ ദ മിറർ ഈസ് ഹെൽഡ് എം എൻ? ഇവിടെ എം എൻ ആണ്. ഇവിടെ എം എൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? താഴെയും ഇങ്ങോട്ടുള്ള ഈ എം എൻ ആണല്ലോ. അപ്പൊ എന്താണ്? മിറർ തന്നെയല്ലോ. ഇതും പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഡയറക്ഷൻ പോലെ കാണിച്ചിരിക്കുന്നുണ്ട്, പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇത് നോക്കിയാൽ മതി, ഈ സാധനം നോക്കിയാൽ മതി. അതായത് ഈ ചിഹ്നം ഇടത്തോട്ടാണ് കിടക്കുന്നത്, അപ്പൊ ഉത്തരത്തിൽ വലത്തോട്ടായിരിക്കണം. ഇത് വലത്തോട്ടാണ്, ഉത്തരത്തിൽ ഇടത്തോട്ടായിരിക്കണം. അത് മാത്രം ഉണ്ടാന്ന് നോക്കിയാൽ മതി. അങ്ങനെ വരുന്ന ഏതാ ഉള്ളേ? ഒന്ന് മാത്രമേ ഉള്ളല്ലേ? ഇല്ലയോ? ഇത് മുകളിലും താഴെയും തെറ്റ്. ഇത് തിരിച്ചാണ്. ഇത് തിരിച്ചാണ്. ഇതോ കൊണ്ട് ഒരിക്കലും ആവത്തില്ലല്ലോ. ഓക്കെ, ഒന്നല്ലേ ഉള്ളു? ഒന്നല്ലേ ഉള്ളടെ? ഒന്നേ ഉള്ളു. ഏതെങ്കിലും ഒരു സാധനം നോക്കിയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യം, if a mirror is placed on the line MN, then which of the answer figure is the right image of the given question figure? ഇതും വളരെ സിമ്പിൾ ആണ്. MN ആണ്. MN എന്ന് പറയുമ്പോൾ ഇവിടെയും തന്നിരിക്കുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ദ മിറർ ഇമേജ് ആണ്. ഇതും വളരെ സിമ്പിൾ ആണല്ലോ, കണ്ടുപിടിക്കാമല്ലോ, പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. വെരി ഗുഡ്. ഫോർത്ത് വൺ. നോക്കടേ ഈ സാധനം ഈ ഒരു സാധനത്തെ കേന്ദ്രീകരിച്ച് നോക്കിയാൽ മതി. ഈ ഒരു സാധനത്തെ കേന്ദ്രീകരിച്ച് തന്നെ നോക്കിയാൽ മതി. അത് റൈറ്റ് സൈഡിലോട്ട് വരുന്നു നോക്കിയാൽ, അത് റൈറ്റ് സൈഡിലുള്ള ആകെ ഇത് മാത്രമല്ലേ ഉള്ളൂ. ആണോടെ? ഇത് മാത്രമല്ലേ ഉള്ളൂ. വേറെ താണ്ട ഇവിടെ ഇത് ഒന്നുമില്ലല്ലോ. ഒറ്റയടിക്ക് കിട്ടും, വേറെ ഒന്നും നോക്കണ്ട. 4ാമത്താണ് ആൻസർ. അടുത്തത്, which of the answer figure is exactly the mirror image of the given figure when the mirror is held on the line AB? ലൈൻ AB എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? AB എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? മിറർ തന്നെയല്ലോ, മിറർ ആണ്. ഇതും പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ.
ഏതാടെ എത്രടെ ഏതാടെ? ആ വെരി ഗുഡ് സെക്കൻഡ് വൺ. എന്ത് നോക്കിയാ മതി? എന്ത് നോക്കിയാ മതി? ദാണ്ടെ ഇത് ആ ആ ദാണ്ടെ ഈ കോണുകൾ തമ്മിൽ നോക്കിയാൽ മതി, ഈ ആംഗിളുകൾ തമ്മിൽ തന്നെ നോക്കിയാൽ മതി, പെട്ടെന്ന് കിട്ടും. വേറെ ഒന്നും ഇതൊരിക്കലും ആവത്തില്ലല്ലോ. ഇത് സെയിം സാധനമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതങ്ങനെയല്ല താനും ഇല്ലേ? ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ആൻസർ. കാരണം ഒന്ന് നിങ്ങൾ ചിന്തിക്കാനുള്ള, ഇത് ലെഫ്റ്റ് സൈഡ് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് ഇല്ലേ? ഇത് ലെഫ്റ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഉത്തരം എവിടെ വരണം? റൈറ്റിൽ വരണം. കണ്ടോ? പക്ഷെ ഈ ഉത്തരം ശരിയാണ് കണ്ടു കഴിഞ്ഞാൽ എന്താണ്, പക്ഷെ ഇത് എവിടെ തന്നെ നിൽക്കുവാണ്? ലെഫ്റ്റിൽ തന്നെ നിൽക്കുവാണ്. മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ ലെഫ്റ്റിൽ തന്നെ നിൽക്കുവല്ലേ? അപ്പൊ അതല്ല. ഇനി ഇത് സെൻട്രൽ, ഒന്നാമത്തെ സെൻട്രൽ തന്നെ നിൽക്കുവാണ്, അതുമല്ല. ഇത് പിന്നെ അല്ല. അപ്പൊ ഇത് തന്നെയാണ് ആൻസർ, റൈറ്റിലോട്ട് നിൽക്കുന്നത് ഫുള്ള്. ഓക്കെ, റെഡി. ഇപ്പൊ മനസ്സിലായില്ലേ വളരെ സിമ്പിൾ ആണെന്ന്? തോന്നുന്നുണ്ടോ? സിമ്പിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? ആർക്കാണ് ബോർഡ് കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്കാ ബോർഡ് കാണാൻ പറ്റാത്തത്? എത്ര പേര് കാണാൻ പറ്റുന്നില്ല? ആരും കാണാൻ പറ്റുന്നില്ലേ? ആർക്കാ കാണാൻ പറ്റാത്ത ബോർഡ്? അതെ, കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്? എനിബഡി? കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ മിണ്ടുന്നില്ലേ? ഇപ്പൊ ബോർഡ് കാണാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ ഇല്ലായോ? പറയടേ. സോറി, മൈക്ക് സോറി. ഇപ്പൊ നിങ്ങൾക്ക് വോയിസ് ഉണ്ടോ? ഇടയ്ക്ക് ഇച്ചിരി കട്ടായി പോയായിരുന്നു. ഇപ്പൊ ഓക്കെ ആണോ? ഓഡിയോ വന്നിട്ടുണ്ടോ? ഓഡിയോ ഉണ്ടോ? ഇപ്പോഴും ഓഡിയോ ഉണ്ടോ? ഓഡിയോ വന്നോ? ഓഡിയോ ഓക്കെ ആണോടെ? ഇപ്പൊ ഓഡിയോ വന്നിട്ടുണ്ടോ? നിമിഷ, ഓഡിയോ ക്ലിയർ ആണ്, ബോർഡ് വിസിബിൾ ആയിട്ടില്ല. ഓക്കെ. മെസ്സേജിലൂടെ അറിയിക്കുക. നിങ്ങളെ വോയിസിനെ കേൾക്കുന്നില്ല. എന്റെ ഓഡിയോ ഓക്കെ ആണോ? കമന്റ് ചെയ്തേ. ഓഡിയോ ക്ലിയർ ആണ് സർ. നിമിഷ വിജയ് ഓക്കെ ആണല്ലോ? ബോർഡ് കാണുന്നില്ല എന്നൊരു ഇഷ്യൂസ് ഉണ്ട്. ബോർഡ് കട്ടായി പോയതാണ്. ബോർഡ് വരും. ഡോണ്ട് വറി. ഓക്കെ, ബോർഡ് ഇപ്പൊ വിസിബിൾ ആണോ? ബോർഡ് ഇപ്പൊ വിസിബിൾ ആണോ? അതെ അതെ. ഓക്കെ സർ. വിസിബിൾ അല്ല സർ. ഇപ്പൊ കാണുന്നുണ്ടല്ലോ. ബോർഡ് ഇപ്പൊ വിസിബിൾ ആണോ? അതെ, ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ ഓഡിയോ ഓക്കെ ആണോ? ഓക്കെ, ഇടയ്ക്ക് എന്തോ സംഭവിച്ചതാണ്, കുഴപ്പമില്ല, സോറി. ഓക്കെ, ഓഡിയോ ഓക്കെ ആണ്. റെഡി.
റെഡി? ബോർഡ് ഓക്കെ, ബോർഡ് വന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ബോർഡ് കാണാമെന്ന് വിചാരിക്കുന്നു അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്ത ചോദ്യം, which of the answer figure is exactly the mirror image of the question figure when the mirror is held on the line AB? അപ്പൊ ലൈൻ എ ബി എന്ന് പറയുമ്പോഴും ഇവിടെയും എന്താണ് മിറർ ഇമേജ് തന്നെയാണ് കാണാനുള്ളത്. ഓക്കെ, ഒന്ന് കണ്ടേ, സിമ്പിൾ ആണ്. ഒന്നാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്നാണോ? റെഡിയാണോ? മിറർ അല്ലേ? ഇത് നോക്കിയാൽ മതി. നമ്മുടെ ഈ സൈനുകൾ ഈ സൈനും ഈ സ്ക്വയർ നോക്കിയാൽ മതി. ഇതൊരിക്കലും ആവത്തില്ലല്ലോ, ഇതൊരിക്കലും ആവത്തില്ലല്ലോ അല്ലേ? ഇതൊരിക്കലും ആവത്തില്ലല്ലോ. ഓക്കെ, പിന്നെ ഇതിനെന്താ പ്രശ്നം? രണ്ടാമത്തിന് എന്താ പ്രശ്നം? ക്വസ്റ്റ്യൻ പോലെ തന്നെ. ക്വസ്റ്റ്യൻ പോലെ തന്നെ. അപ്പം ഒന്നാണ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫിഗർ ഈസ് എക്സാക്ട്ലി ദ മിറർ ഇമേജ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഫിഗർ വെൻ ദ മിറർ ഈസ് എ ബി? എ ബി ആണ്. എ ബി അപ്പൊ ഏതാ? എ ബി ആണ്. ഏതാ? വാട്ടർ ഇമേജ്, വാട്ടർ ഇമേജ് ആണ്. ഓക്കെ, അപ്പൊ ഏതാണ് എ ബി എന്ന് പറയുമ്പോഴത്തേക്ക്? ഏതാ? ആ ഇതാണോ സെക്കൻഡ് വൺ ആണോ? ഈ ആരോ മാത്രം നോക്കിയാൽ മതി ഇല്ലേ? ഇല്ലേ, ഇങ്ങോട്ടുള്ള ആരോ ഇല്ലേ, ഇങ്ങോട്ടുള്ള ആരോ തിരിച്ചിങ്ങോട്ടാവണം അല്ലേ? ഈ രീതിയിലേക്ക് ആവണം. ആ രീതിയിൽ വരുന്ന ഇത് മാത്രമല്ലേ ഉള്ളൂ. ഈ ആരോ മുകളിലോട്ട് ഇത് മാത്രമല്ലേ ഉള്ളൂ. വേറെ എല്ലാം സെയിം അല്ലേ? വേറെ എല്ലാം തെറ്റായി കിടക്കല്ലേ? വേറെ ഒന്നും നോക്കേണ്ടതില്ല. അങ്ങനെ ഒരൊറ്റ നോട്ടത്തിൽ എല്ലാം കിട്ടും. വേറെ നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത്, അപ്പൊ ഇത്ര നേരം ഫിഗർ ആയിരുന്നു. ഇനി ഇത് ആൽഫബറ്റ് ആണ് വരുന്നത്. ആൽഫബറ്റ് ഭയങ്കര എളുപ്പമല്ലേ അല്ലേ? പെട്ടെന്ന് പറഞ്ഞേ. ആൽഫബറ്റ് കണ്ടുപിടിച്ചേ. ഇത് മിറർ ലാമ്പ് എന്താ പ്രത്യേകത? മിറർ ലാമ്പ് എന്താണ് പ്രത്യേകത? ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് മാറത്തേ ഉള്ളൂ. ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് മാറത്തേ ഉള്ളൂ. വേറെ പ്രത്യേകതയൊന്നും വരത്തില്ല. നോക്കിക്കൊള്ളണം. വാട്ടർ ഇമേജ് ആണ്. സോറി, വാട്ടർ ഇമേജ് ആണ്. വാട്ടർ ഇമേജ് ആണ്. അപ്പൊ തല കുത്തനെ വരും. സി ആണോ നോക്കട്ടെ. ഒരു സി. പ്രത്യേകത എന്താ? പ്രത്യേകത എന്താ? തല തിരിഞ്ഞു വരണം. ഇവിടെ ഇതൊക്കെ മിറർ ഇമേജ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ? പിന്നെ ഇവിടെ നോക്കിയേ, ഇതിലെന്താ പ്രത്യേകത? സൈഡ് മാറി. ഇവിടെ എന്താ പ്രത്യേകത? ആറിന് വലിയ വ്യത്യാസമില്ലല്ലേ ഇതില് അല്ലേ? ആറ് മാറിയിട്ടേ ഇല്ല അല്ലേ? അപ്പൊ ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ആൻസർ. സി തന്നെയാണ് വാട്ടർ ഇമേജ്. സി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ്, അടുത്ത ചോദ്യം. ഇത് നോക്കിയേ, പെട്ടെന്ന് നോക്കിയേ. അതായത് മിറർ ഇമേജ് ആണ്. ഈ സി നോക്കിയാൽ മതി. സി തിരിച്ച് ഇങ്ങനെ വരണ എല്ലാം അങ്ങനെയാണ് കിടക്കുന്നല്ലേ? ഇനി അപ്പൊ വേറെ നോക്ക്, വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്ക്. ഏതാടെ? അല്ല, ഞാനും നോക്കണം. ഞാൻ നോക്കിയില്ല, നോക്കട്ടെ. ഇവിടെ എക്ക് വ്യത്യാസമില്ല അല്ലേ? എല്ല് തിരിഞ്ഞു. അപ്പൊ ബി അല്ലേ ആൻസർ? ഓക്കെ, വെരി ഗുഡ്. ബി ആണ് ആൻസർ. മിറർ ഇമേജ് വരുമ്പോഴത്തേക്ക് ബി ആണ് ആൻസർ. കറക്റ്റ്. ഒന്ന് പിടിച്ചാൽ മതി. ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒന്ന് നോക്കി. അതാണ്ട് ഇവിടെ നോക്കടേ. ഇവിടെ ഈ പോലെ തന്നെ കിടക്കുകയല്ലേ? മിറർ ഇമേജിൽ എങ്ങനെയാണ് വരുന്നത്? തിരിയത്തില്ലേ? ഇവിടെ നോക്കിയേ. ഈ എല്ല് ഇങ്ങനെയാണ് വരേണ്ടത് അല്ലല്ലോ? എല്ല് ഇങ്ങനെയല്ലേ വരത്തുള്ളൂ ഇല്ലേ? ഇത് തലകുത്തനായി പോയില്ലേ? വാട്ടർ ഇമേജ് ആയിപ്പോയില്ലേ? ഇവിടെ നോണ്ടേ,
തല തിരിഞ്ഞു കിടക്കുന്നതില്? എ അങ്ങനെയല്ലല്ലോ, എ നേരെ നിൽക്കണ്ടേ? എ മാറത്തില്ലല്ലോ, തലകുത്തനെ വരത്തില്ലല്ലോ ഒന്നും, ഇല്ലേ? എ മിററിൽ നോക്കി കഴിഞ്ഞാൽ തിരിഞ്ഞു തന്നെ നിൽക്കുന്നത്. അപ്പം ബി ആണ്. അത്രയുള്ള വ്യത്യാസം. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത്, ഐഡന്റിഫൈ ദ മിറർ ഇമേജ് ഓഫ് ദ given figure if the mirror is to be placed vertically to the right of the given image. വെർട്ടിക്കലി എന്ന് പറയുമ്പം ഏതാണ്? വെർട്ടിക്കലി ടു ദ റൈറ്റ് ഓഫ് ദ ഗിവൺ ഇമേജ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഉത്തരം ഏതാ? ഇത് നോക്കിയാൽ മതി. ഇത് നോക്കിയാൽ മതി. ഈ പൊസിഷൻ എവിടെ പോവും, ഈ പൊസിഷൻ എവിടെ പോവും, ഈ പൊസിഷൻ എവിടെ വരുമെന്ന് നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഫസ്റ്റിൽ നോക്കിയേ, അതായത് ഈ പൊസിഷൻ തിരിഞ്ഞു വരണം, ഇത് ഇങ്ങോട്ട് വരണം, ഇത് ഇങ്ങോട്ട് വരണം. അപ്പൊ ഇത് തെറ്റല്ലേ, അവിടെ ഒന്നും വരുന്നില്ല. അവിടെ ഇതാണെങ്കിൽ ചെറുതാണ് ഈ പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്, ഇവിടെയാണ് വരേണ്ടിയിരുന്നത്, ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതും തെറ്റാണ്. ഇത് കറക്റ്റ് പോയിട്ടുണ്ട്, ഇവിടെ തിരിച്ചിപ്പുറത്ത് വന്നിട്ടുണ്ട്, ഇത് കറക്റ്റ് തിരിച്ചിപ്പുറത്ത് വന്നിട്ടുണ്ട്. ഇത് ഓക്കെയാണ്. ഇതല്ലേ ശരിയപ്പോഴും? സി അല്ലേ? സി ആണ് പറഞ്ഞത്. സി ഓക്കെ, വെരി ഗുഡ്. സി ആണ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ്. ഓക്കെ, ഇതൊരു പർട്ടിക്കൽ ക്വസ്റ്റ്യനാ. സിമ്പിൾ ആയിട്ട് ഇതൊക്കെ ചറവറ വെട്ടാം. എന്താ പ്രത്യേകം? എന്താ ഇവിടെ ഈ ഏത് ക്വസ്റ്റ്യൻ ആണ്? ഈ ചോദ്യമാണോ? ഇപ്പൊ കാണുന്ന ചോദ്യമാണോ? അത് പറയാൻ പോകുന്നേ ഉള്ളു. ഈ ചോദ്യമാണോ? ഓക്കെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐഡന്റിഫൈ ദ ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ ഇഫ് ദ മിറർ ഈസ് ടു ബി പ്ലേസ്ഡ് വെർട്ടിക്കലി. ഓക്കെ, മിറർ ഈസ് ടു ബി പ്ലേസ്ഡ് വെർട്ടിക്കലി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു മിറർ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ കാണുന്നല്ലേ? ഈ പൊസിഷൻ ഇരിക്കുന്ന സാധനം ഇത് കറങ്ങി തിരിഞ്ഞ് ഇപ്പുറത്തുണ്ട്, ലെഫ്റ്റിലോ ഈ പൊസിഷനിലേക്ക് വരണ്ടേ. അപ്പൊ ഈ വലിയ ചിഹ്നം ഇങ്ങോട്ടും വരണം, ഈ ചെറിയ ചിഹ്നം ഇതിന്റെ തിരിച്ചും വരണം. ഇങ്ങനെ വരണ്ടേ? ഈ ആരോ ഇങ്ങോട്ടും പോകണം, ഇത് ഇങ്ങോട്ടും വരണം. ഇങ്ങനെ വരണ്ടേ? ഇത് തിരിയുമ്പോഴത്തേക്ക്, അല്ലയോ? ആണോ? ഈ പൊസിഷൻ മുകളിലോട്ടും വരണം, ഈ പൊസിഷൻ അതിന്റെ ഓപ്പോസിറ്റും വരണം. അങ്ങനെയല്ലേ വരേണ്ടത്? വരേണ്ടത് അങ്ങനെ വരേണ്ടതെന്ന് നോക്കിയാൽ മതിയല്ലോ. സിമ്പിൾ ആയിട്ട്. ഇവിടെ ചെറുതാണ് വന്നിരിക്കുന്നത്, അപ്പൊ ഒരിക്കലും അതല്ല. ഈ ചിഹ്നം താഴോട്ട് പോയിരിക്കുന്നത്, ഇത് മുകളിലാണ് വരേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ചെറുതാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്, ഇവിടെ ഇതാണ് വരേണ്ടിയിരുന്നത് മുകളിലോട്ട്. ഇവിടെ നോക്കിയേ, വലുത് താഴോട്ട് പോയിരിക്കും, താഴോട്ടല്ല, വലുത് മുകളിലോട്ടാണ് വരേണ്ടിയിരുന്നത്, അത് താഴോട്ട് വരിക. അപ്പൊ ഇതും തെറ്റല്ലേ? അപ്പൊ ഇതല്ലേ ശരി? ആണോ? എന്താണ്? റൈറ്റ് ഓഫ് ദ ഗിവൺ ഇമേജ്. ഇതിനെ തിരിച്ച് ജസ്റ്റ് ഒന്ന് വലത്തോട്ട് ആക്കി ചിന്തിച്ചു നോക്കിയേ. ഈ ചിത്രത്തെ അല്ലല്ല, മിറർ ഇവിടെ തന്നെയാണ്. ഇങ്ങനെ മിറർ ചോദിക്കുമ്പോ റൈറ്റ് സൈഡിൽ തന്നെയാണ് മിറർ പ്ലേസ് ചെയ്യേണ്ടത്. നമ്മുടെ മുന്നേ അല്ലേ മിറർ ഇരിക്കുന്നത്? മിറർ നമ്മുടെ ലെഫ്റ്റും റൈറ്റും ഒന്നുമില്ല, നമ്മുടെ മുന്നേ അല്ലേ മിറർ ഇരിക്കുന്നത്. ഒരു ഓബ്ജക്റ്റിന്റെ മുന്നിലല്ലേ മിറർ കൊണ്ട് വയ്ക്കാൻ പറ്റുന്നത്? ആണോ? ഓബ്ജക്റ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നമ്മള് അങ്ങനെ ആഴ്ന്നു കയറി ചിന്തിക്കരുത്. ആഴ്ന്നു കയറി ചിന്തിച്ചാൽ ഒന്നും കിട്ടത്തില്ല. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഇത് തിരിച്ചിപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഇത് തിരിഞ്ഞു വരും എന്നുള്ള മാത്രം. ലെഫ്റ്റിലുള്ളത് റൈറ്റ് പോവും, റൈറ്റിലുള്ളത് ലെഫ്റ്റ് വരും എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി.
വേറൊന്നും ഇവിടെ ചിന്തിക്കരുത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളവിടെ ഒരൊറ്റ കാര്യം, ഏത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഉത്തരത്തില് ഈ ഒരു വലിയൊരു സാധനത്തിൽ ഈ പോയിന്റിനെ എടുക്കുക. ഈ പോയിന്റ് ഇപ്പുറത്തോട്ട് വരണം, ഈ പോയിന്റ് ഇപ്പുറത്തോട്ട് വരണം. ഇത് ഇപ്പുറത്തോട്ട് വരുമ്പോ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതെന്ത് ചെയ്യും, അതിന്റെ ഓപ്പോസിറ്റും വരണം എന്ന് നോക്കിയാൽ മതി. ചെറുത് അതിന്റെ ഓപ്പോസിറ്റും വരണം എന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു സാധനം താഴോട്ടുണ്ടാന്ന് നോക്കുക. ഫസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ആ വലിയ സാധനം താഴോട്ടാണ് കിടക്കുന്നത്, അതല്ല. സെക്കൻഡ് നോക്കി നമ്മൾ ചിന്തിച്ച ഈ വലിയ പൊസിഷൻ എന്ന് പറയുന്നത് ഈ മുകളിലോട്ട് തന്നെ കിടക്കുകയാണ്. ചെറുത് ഇത് കയറി ഇപ്പുറത്തും വന്നിരിക്കുന്നു ഓപ്പോസിറ്റ്. അപ്പൊ അതുമല്ല. ഇനി ഇവിടെ നോക്കി, ഇവിടെ ചെറിയ പൊസിഷനാണ് നമ്മൾ പറഞ്ഞ നമുക്ക് ഉത്തരം വേണ്ട പൊസിഷനിലേക്ക്. അത് ഇവിടെ വരാൻ പാടില്ല, ഇവിടെയാണ് വരേണ്ടത് അത്. പക്ഷെ അതിന് പകരം വലിയ പൊസിഷൻ ഇവിടെ വന്നിരിക്കുന്നു. അപ്പൊ ആൻസർ ഇത് തന്നെയല്ലോ. യഥാർത്ഥത്തിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിടക്കുന്ന ഇത് തന്നെ. അങ്ങനെയാണ് തിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, പറ്റും. പിന്നെ പെട്ടെന്ന് കിട്ടും. അത്. ഞാൻ അതാണ് രണ്ടും പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. വരച്ചു നോക്കി ചെയ്യാൻ പറ്റുന്നതൊക്കെ വരച്ചു നോക്കി ചെയ്തോളൂ. വരച്ചു നോക്കി ചെയ്യാൻ പറ്റാത്തതൊക്കെ ഇങ്ങനെ നമ്മൾ ആ തിങ്കിങ് റീസൺ ഉപയോഗിച്ച് ചെയ്യൂ. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഇത് ഐഡന്റിഫൈ ദ വാട്ടർ ഇമേജ് ഓഫ് ദ ഗിവൻ ഒബ്ജക്റ്റ്. വാട്ടർ ഇമേജ് ഇത് ഞാൻ വെട്ടിക്കളഞ്ഞതിനെന്നറിയാമോ? അതുകൊണ്ട് ഇവിടെ മൂന്ന് ചിറകുണ്ട്. ഇവിടെ എത്ര ചിറകുള്ളൂ ഇതിന്? ആദ്യം ഞാൻ കണ്ടപ്പോ അതാ. ഇവിടെ 2 ചിറകല്ലേ ഉള്ളു. ആണോടെ? ആണോ? അപ്പൊ അത് തെറ്റ്. അതാണ്ട് ഈ ഫിഗറിലും സി എന്ന് പറയുന്ന ഫിഗറിലും 2 ചിറകേ ഉള്ളു. അതും ഞാൻ വെട്ടിക്കളഞ്ഞു. എ എന്ന് പറയുന്ന ഫിഗറിലും 2 ചിറകേ ഉള്ളു. അതും ഞാൻ വെട്ടി. അപ്പൊ ഉത്തരം ഏതാ? ബി. ഒന്നും നോക്കണ്ട. ബി അല്ലേ? വേറെ ഒന്നും നോക്കണ്ട. ഇവിടെ വാട്ടർ ഇമേജ് ചോദിക്കുമ്പോ വേറെ ഒന്നും നോക്കണ്ട. ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഉണ്ടാ നോക്കിയതാ. ചോദ്യത്തിൽ 3 ചിറകുണ്ട് ഇതിന്. ഈ ആരോയ്ക്ക് 3 ചിറകില്ലേ? 3 എണ്ണം ഇല്ലേ? ഇതിന് 2 ഉള്ളു. അപ്പൊ ഈ ഫിഗർ തെറ്റാണ്. ഇതിനും 2 ഉള്ളു. അപ്പോഴേ ഈ ഫിഗർ തെറ്റാണ്. ഇതിനും 2 ഉള്ളു. അപ്പോഴേ ഈ ഫിഗറേ തെറ്റാ. അപ്പൊ ഇതല്ലേ ശരി? പിന്നെ വേറെ എന്തെങ്കിലും നോക്കണോ? വേണ്ട. അതാ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പോയിന്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. റെഡിയാണോ? റെഡി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വേറെ നോക്കാനില്ല. അവിടെ വാട്ടർ ഇമേജ് എന്ന് പറഞ്ഞ് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തത് നോക്കണേ. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഐഡന്റിഫൈ ദ റിഫ്ലക്ഷൻ ഓഫ് ദ ഗിവൺ ഇമേജ് ഇഫ് ദ മിറർ ഈസ് പ്ലേസ്ഡ് എക്സാക്ട്ലി വെർട്ടിക്കൽ ടു ദ റൈറ്റ് ഓഫ് ദ ഗിവൺ ഇമേജ്. ഓക്കെ, ഇത് തെറ്റല്ലേ? അവിടെ ഇത് 7 തലക്കുത്തനെ വന്നിരിക്കുന്നു. ഇത് 7 നേരെ വന്നിരിക്കുന്നു. ഞാൻ 7 പിടിച്ചത്. അപ്പൊ ഇവിടെ ഇത് ശരിയാണ്. ഇവിടെ 4 നേരെ വന്നിരിക്കുന്നു. ഇതല്ലേ സി അല്ലേ? അപ്പൊ ശരി. സോറി, സി അല്ലല്ലോ. അല്ല, ഇതല്ലേ ഡി അല്ലേ ശരി? ഡിയാ സിയാ? ഒരു കൂടെ. ഇത് തെറ്റ്. 4 തല കുത്തനെ കിടക്കല്ലേ ഇവിടെ? ഇതല്ലേ ശരി? ഡി അല്ലേ ശരി? ഡി ആണോ? ഡി അല്ലേ ശരി? അല്ലേ? ഇവിടെ 4 തല കുത്തനെ ആയിപ്പോയി. ഓക്കെ, ബാക്കി ചിന്തിക്കണം. എക്സാം ഹോളിൽ മൈന്യൂട്ട് ആയിട്ട് ചിന്തിക്കണ്ട. ഇത് ഈ മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കിട്ടുന്നത്? അതെങ്ങനെയാ കിട്ടുന്നത്? ഒള്ളിതാ പ്രാക്ടീസ്.
പ്രാക്ടീസ് കൊണ്ട് മാത്രമേ അത് നേടാൻ പറ്റുള്ളൂ. മനസ്സിലായി? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പറയാം, ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് പറയാം. ഇത് വാട്ടർ ഇമേജ് ചോദിച്ചിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞ ട്രിക്കുകളും ടെക്നിക്കുകളും ഉപയോഗിച്ച് വരച്ചുകൊണ്ടിരുന്ന ബെല്ലടിക്കും, ഇല്ലയോ? അല്ലയോടെ? ഇവിടെ ജസ്റ്റ് കാണുമ്പോഴേതാണ്ട് ഇത് കത്തണം. ഇവിടെ 3 എണ്ണം ഉണ്ട്, 3 ചിറകുകൾ ഇങ്ങനെ തന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഫിഗറിലേക്ക് 3 എണ്ണം ആകെ ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ അത് തന്നെ ആൻസർ, ബാക്കി എല്ലാത്തിനും 2. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വരണം പെട്ടെന്ന്. മനസ്സിലായ? അല്ലെങ്കിൽ നമ്മളെ റൂട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം പോകും. ഓരോ ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെയാണ് തിങ്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയാൽ മതി. മിറർ ഇമേജ് വെക്കുമ്പോഴത്തേക്ക് തിരിഞ്ഞു വരുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ചിന്തിച്ചു നോക്കിയാൽ തന്നെ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിച്ച് നോക്കിയാൽ മതി. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. ഈ ക്വസ്റ്റ്യൻസ് ഇട്ട് തരാം. കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, കുറെ ചോദ്യങ്ങള് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ഈ രീതിയിൽ ഇരുന്ന് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്നത്.